പക്ഷെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ കക്ഷി ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് പറയാം. അപ്പോൾ ഹൈക്കോടതി വേണമെങ്കിൽ സർക്കാരിനോട് ചോദിക്കും. സർക്കാർ അപ്പോൾ അത് തള്ളിയാൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. എന്തുകൊണ്ട് ചെന്നിത്തല അത്തരമൊരു നീക്കത്തിലേക്ക് നടക്കുന്നില്ല? ചെന്നിത്തലയ്ക്ക് ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ശബരിമല ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയ്ക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കാം. അത് വെച്ച് പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട്, കാരണം ആലപ്പുഴക്കാരനായ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ഇതിലുണ്ടെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് പണമിടപാടുകളും ഇത്തരത്തിലുള്ള ഈ വിഗ്രഹ കൈമാറ്റത്തെ കുറിച്ചുള്ള ചർച്ചകളും നടന്നതെന്ന് പറയുന്നു. ഈ ഫോട്ടോകൾ കോൺഗ്രസ് നേതാക്കളുമായി നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നു. VD സതീശനൊക്കെ ഇതിലൊരു അക്ഷരം മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് ഈ VD സതീശനും KC വേണുഗോപാലുമാണ് UDF അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുള്ള ആളുകൾ. കാരണം KC അടുത്ത കാലം മുതൽ കേരളവുമായി ബന്ധപ്പെട്ട ചില സജീവ പ്രവർത്തകനാവുന്നു. VD സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഷോയൊക്കെ ഇറക്കിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പോൾ ശബരിമലയെ കുറിച്ച് പക്ഷെ ഇവരാരും മിണ്ടുന്നില്ല. ശബരിമല വിഷയത്തിൽ ഇവർക്ക് ആ കൂടെ പറയാനുള്ളത് SIT-യെ 2 IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥർ SIT-യെ അവരുടെ കേസ് അന്വേഷണത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നു. എന്നെ കൊണ്ട് അവരുടെ പേര് പറയിപ്പിക്കരുത്. സതീശൻ പേര് പറഞ്ഞാൽ ആരാണ് സതീശൻ പേര് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ആ പേര് പറയാൻ സതീശൻ മടിക്കുന്നത്? അപ്പോൾ കോൺഗ്രസിനും ഇതിൽ ചില കൈകടത്തലുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 2007-ലൊക്കെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ളതും ചില ജീവനക്കാരിൽ മിക്കവരും UDF-ൽ ഉള്ളവരായിരുന്നു എന്നുള്ളതും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പത്മകുമാർ പറയുന്നത് പോലെ എല്ലാം അയ്യപ്പൻ പുറത്തു കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഈ ഒളിക്കാനും മറയ്ക്കാനുമുള്ള കാര്യങ്ങളെല്ലാം മറവിൽ തന്നെ ഇരിക്കുമോ എന്നൊക്കെയുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.